ശ്രീകാന്ത് ആയിരിക്കും. നീ ചെല്ല്, ഞാൻ അവനോടൊരു കോഫി. ഞാൻ നോക്കിട്ട് വരാം. എങ്ങനെയുണ്ട് സെറ്റപ്പ്? വീടും സെറ്റപ്പ് ഒക്കെ അടിപൊളിയാ. എടാ ശ്രീ, ഇങ്ങോട്ട് നോക്ക്. നീ ഒരൊറ്റൊരാള് കാരണം ഞാൻ ഈ കേസിൽ ഇൻവോൾവ് ആയത്. ഇങ്ങനെ ഒരു കേസിന്റെ അക്യൂസ്ഡിന്റെ വക്കീൽ എന്ന നിലയില് നിന്നെ ഈ വീടിന്റെ പടി ചവിട്ടാൻ ഞാൻ വിടില്ലായിരുന്നു. ഓഹോ ഓഹോ, അത് ശരി. അങ്ങനെ തന്നെ. എന്നാ ഞാൻ പിന്നെ ഹരിചന്ദ്രന്മാരുടെ കേസ് മാത്രം ബാധിക്കാം. എടോ, എന്റെ സീനിയർ കമ്മിറ്റ് ചെയ്ത കേസ് ആയതുകൊണ്ടാ. അതെങ്ങനെ ഞാൻ പറ്റില്ലെന്ന് പറയാ? ഇവളെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ മീഡിയയുടെ ആൾക്കാർ ഇവളുടെ ഹരിശ്ചന്ദ്രൻ ലൈൻ സഹിക്കാൻ വയ്യാതെ അന്ന് പെട്ടിങ് എടുക്കായിട്ട് ഇവിടെ പറഞ്ഞു വിട്ടു. കോഫി കുടിച്ചോ? അയ്യോ പോകലെ. അവരെന്നെ ഡിസേർവ് ചെയ്യുന്നില്ലടോ. ഐ എം ഹാപ്പി നൗ. അത് വിട്. ആടോ വിടുന്നു. നീ പറ. അതിന് നിങ്ങൾ എന്തെങ്കിലും പറയാൻ സമ്മതിച്ചാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ ഈ കേസിൽ ഒരു കൺസ്പിറസി ഉണ്ട്. സർക്കാരും പോലീസും വാദിഭാഗവും പ്രതിഭാഗവും എല്ലാവരും ചേർന്നുള്ള ഒരു കൺസ്പിറസി, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ ചെറുക്കൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് 99.9% എനിക്കുറപ്പാണ്. പക്ഷെ തെളിവുകൾ ഇല്ലെങ്കിൽ പോലും എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവനെ തന്നെ പ്രതിയാക്കാന്. അതാ എനിക്ക് തോന്നിയത്. പക്ഷെ അവനെ പ്രതിയാക്കിയിട്ട് ആർക്ക് എന്ത് നേട്ടം? നീ തന്നെയല്ലേ പറഞ്ഞത് അവൻ തന്നെ ആയിരിക്കും കൊല ചെയ്തതെന്ന്. ആ പയ്യന്റെ സൈലൻസ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൻ ജുവനൈലായതുകൊണ്ടാ, അല്ലെങ്കിൽ അടി കൊണ്ട് അവന്റെ ഊപ്പാടിളക്കിയാണ്. അവന് ഫേവറബിൾ ആയ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഫേവറബിൾ ആണെന്നറിയില്ല, പക്ഷെ ഒന്നുണ്ട്. ഈ ശ്രീകുട്ടി മരണപ്പെട്ടു എന്ന് പറയുന്നത് ഏകദേശം ഉച്ചയ്ക്ക് 2:15-3 അന്ന് ആ പ്രദേശത്ത് ഒരു 2 മണി തൊട്ട് 3:30 വരെ നല്ല ശക്തമായ ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടായിരുന്നു. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ക്രൈം സീനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഈ നിയാസും നിയാസിന്റെ വേറെ സുഹൃത്തായ ഗോവിന്ദും ഉണ്ടായിരുന്നതായിട്ട് ആ കൂട്ടുകാരി പറയുന്നുണ്ട്. ഓ വാവ്, വാട്ട് എ ബ്രില്യന്റ് പ്രീ പ്ലാൻഡ് ആലിബേ. ആ കൂട്ടുകാരന്മാരെ കൂടി പിടിച്ചകത്തിടണം. ഇതവന്റെ അലബേ ആണെങ്കിലും അല്ലെങ്കിലും ഇത് കോർട്ടിൽ നിലനിൽക്കില്ല. പിന്നൊരു കാര്യം, ക്രൈം സീനിൽ നിന്ന് കിട്ടിയ എവിഡൻസുകളെല്ലാം നിയാസ് തന്നെയാണ് ഈ മർഡർ ചെയ്തതെന്ന് ശരിവെക്കുന്നവയാണ്. പക്ഷെ അതിനൊരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് ഈ കേസിലെ മിസ്റ്ററി. അവന്റെ വായന്ന് വീണ് കിട്ടാത്ത കാര്യകാരണങ്ങൾ ചകഞ്ഞെടുക്കുന്നത് അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾസോ ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് ദിസ്. ഏയ് അങ്ങനെയൊന്നുമില്ലടാ. ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലതാ. നിങ്ങൾ ചോദിച്ചു കണ്ടുപിടിക്കേ. ഈ നിയാസിന്റെയും ശ്രീകുട്ടിയുടെയും റിലേഷൻഷിപ്പിനെ പറ്റി അറിയുന്ന ആരെങ്കിലും ഉണ്ടാവോ? അപ്പോ അത് ഞാനൊരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയായിരുന്നു. ഒരു സ്കൂൾ ടൈപ്പ് പ്രണയം മാത്രം, കൂടി വന്ന 1 വർഷം കണ്ടായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ആദ്യത്തെ ഹൈപ്പൊഴിച്ച മീഡിയ പോലും സൈലന്റ് ആയി ടു സം എക്സ്റ്റെന്റ്. ഇതൊന്നുമല്ലാതെ കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഈ കേസിനെ സോഫാർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കൺസ്പിറസി, അത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരും. പൊളിറ്റിക്സ്? പൊളിറ്റിക്സ് എന്നും പറയാം. ഈ ശ്രീകുട്ടിയുടെ അച്ഛനുണ്ട്, ഒരു സുരേഷ്. അയാൾ ഈ പള്ളിക്കരയില് ഒരു പ്രധാനപ്പെട്ട YSS പ്രവർത്തകനാണ്. അപ്പൊ ഈ പള്ളിക്കര ഉൾപ്പെടുന്ന കൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് ഒരു ഹിന്ദു ഡോമിനേറ്റഡ് ഏരിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള് സസ്പെക്ട് ആയിട്ട് വരുമ്പോൾ അറിയാലോ, അവിടെ ഒരു ബൈ ഇലക്ഷൻ വരെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പോലീസിന് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ഹിന്ദുക്കളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു അടവ് നയം കൂടി ഈ കേസിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല 1-ാം തരം വോട്ട് ബാങ്ക് കളി. നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലേ? എവിടെന്ന്? എന്റെ സീനിയർ ഈ കേസ് ഏറ്റെടുത്തേക്കണത് തന്നെ അവിടുത്തെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാണ്. അയാളുടെ സ്പോൺസർഷിപ്പ് വേറെയാ. നാണമില്ലല്ലോ ശ്രീ ഇത്തരം അൺഎത്തിക്കൽ ആയിട്ടുള്ള റാസ്കൽസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. എന്നാ പിന്നെ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ പോവാം. അവിടെ ഗാന്ധിജിയുടെ വല്ല ശിഷ്യന്മാരുണ്ടെങ്കിലോ? നീ പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. വെറുതെ ഇല്ലല്ലോ നിന്നെ പുറത്തേക്ക്. ഭ്രാന്തി, എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. നീ എന്താ ഇത്രയും കിടന്ന് ആലോചിക്കുന്നേ? അത് ചിലപ്പോ മാനിപ്പുലേറ്റഡ് ആയിരിക്കും. എന്തൊക്കെയോ എവിടെയൊക്കെയോ ചേരാത്ത പോലെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഫോറൻസിക് സർജൻ പറഞ്ഞതുപോലെ അവര് നോർമലി മീറ്റ് ചെയ്തു, സെക്സ് ഉണ്ടായി, അതിനുശേഷം അവർക്കിടയിൽ എന്തെങ്കിലും വാക്കുകൾക്കുണ്ടായിന്ന് വെച്ചോ. ചില നേരത്ത് നമ്മളും വഴക്കിട്ട് അങ്ങനെ തന്നെയല്ലേ പരസ്പരം തല്ലണം കൊല്ലണം എന്നൊക്കെ തോന്നാറില്ലേ? നമ്മളല്ല, താനാണ് എന്നെ തല്ലി കൊല്ലാനൊക്കെ വരാറ്. അത് പിന്നെ നിന്റെ സ്വഭാവം കണ്ട ആർക്കായും തല്ലിക്കൊല്ലാൻ തോന്നും. ബെസ്റ്റ്. നീ കാര്യം പറ. അതായത് അവർക്കിടയിൽ ഒരു വഴക്കുണ്ടായപ്പോ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ നിയാസ് അവളെ കൊന്നതാവാം. തെളിവുകൾ മുഴുവൻ നശിപ്പിക്കാൻ അവന് സമയം സാഹചര്യം കിട്ടാണ്ടിരുന്നപ്പോ
ക്രൈം സീൻ വിട്ടതാണെങ്കിലോ? വേറൊരു കുഴപ്പമുണ്ട്. എന്താ അത്? താൻ കിച്ചണിലായിരുന്നപ്പോ ശ്രീ എന്നോട് വിട്ടുപോയൊരു കാര്യം പറഞ്ഞു. അന്നത്തെ ദിവസം രാവിലെ മുതൽ ആ ചെറുക്കന്റെ ഫോൺ ഓഫായിരുന്നു. അപ്പൊ പിന്നെ ഒന്നും നോക്കാനില്ല. ഹീസ് എ ബോൺ ക്രിമിനൽ, ഒപ്പം മണ്ടനും. എന്നാലും അവൻ എന്തിനായിരിക്കും ആ പാവം കൊച്ചിനെ കൊന്നത്? പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു അവള്. അങ്ങോട്ട് ചെല്ല്. കരയാൻ ഇത്തരത്തിലൊരു റിലേഷൻഷിപ്പ് ഉള്ളതായി അമ്മയ്ക്ക് അറിയായിരുന്നു. 18 വയസ്സാവാത്തത് കൊണ്ട് അവനെ കോടതി വെറുതെ വിടുമായിരിക്കും അല്ലേ? ഏയ്, മുമ്പങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ജുവനൽ ആക്ടില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2015 ശേഷം ശിക്ഷ കിട്ടും. ഏറ്റവും കുറഞ്ഞൊരു ശിക്ഷ കിട്ടുമായിരിക്കും. എന്നിട്ട് അവന് നാട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കും. പഠിച്ച ജോലിയൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? നാട്ടുകാരെല്ലാം മറക്കും. അല്ലെങ്കിലും നാട്ടുകാർക്ക് എന്റെ കൊച്ചിനെയായിരുന്നല്ലോ കുറ്റം പറയാൻ ഉത്സാഹം. ഇത് ചെയ്തവനേക്കാൾ നാട്ടുകാരുടെ കുറ്റം പറിച്ചിലും പഴിയും എല്ലാം എന്റെ ചത്ത തലയ്ക്ക് മീതെ നിൽക്കുന്ന കൊച്ചിനെ കുറിച്ചാണല്ലോ. അവനിവിടെ ഞെളിഞ്ഞു നടക്കും. ചേച്ചി അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കാൻ പറയോ? എൻ്റെ പേര് സുരേഷ്, ശ്രീകുട്ടിയുടെ അച്ഛനാണ് ഞാൻ. എൻ്റെ പേര് കട്ട്. ചേട്ടാ, ടെൻഷനൊന്നും അടിക്കാനില്ല. സാധാരണ സംസാരിക്കണ പോലെ സംസാരിച്ചാൽ മതി കേട്ടോ. നമുക്കൊന്നുകൂടെ നോക്കാം. ഓഡിയോ നോക്കുന്നു. ചേട്ടാ ഒന്ന് ഹലോ പറയോ? ഹലോ ഹലോ. ഓക്കെ സെറ്റാണ്. ചേട്ടാ ഓക്കെ അല്ലേ? തുടങ്ങാം നമുക്ക്. ഞാൻ സുരേഷ്, ശ്രീകുട്ടിയുടെ അച്ഛനാണ്. ശ്രീകുട്ടിയെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഞങ്ങളുടെ പൊന്നുമോളായിരുന്നു. ആണായിട്ടും പെണ്ണായിട്ടും അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കവലതോറും ജിഹാദ് പ്രസംഗിച്ച് നടന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ അവന്മാര് കയറിയത് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കൊച്ചിനെ പിഴപ്പിച്ച് കൊല്ലുന്നോടം വരെ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ കവലയിട്ട് എന്നെ വെട്ടി കൊല്ലായിരുന്നല്ലോ. വെറുതെ എന്തിനാ എൻ്റെ കൊച്ചിനെ? കോടതി വെറുതെ വിട്ടാലും ഇവനെയൊന്നും ഞാൻ വെറുതെ വിടൂല. ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ അതിനു വേണ്ടിയിട്ടാണ്.